റഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഫിഖഹിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. പരീക്ഷയിൽ വന്നതായ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കുക. പലപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട്. ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതൊക്കെ പഠിക്കുക. ആദ്യത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്നും താഴത്തെ വരിയുമായി യോജിച്ചത് താഴത്തേക്ക് എഴുതിയെടുക്കുക. 1. സുന്നത്തിനുള്ള മറ്റൊരു പേര്. സുന്നത്തിന് ധാരാളം പേരുകളുണ്ട്. അതിന് യോജിച്ചൊരു പേര് ബ്രാക്കറ്റിലുണ്ട്. അതേതാണ്? തതവ്വുഅ് എന്നാണ്. 2. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതും. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. അതിന് പറയുന്ന പേര് ത്വാഹിർ എന്നാണ്. 3. മലം, മൂത്രം മുതലായവ നജസിന് പറയും. മലം, മൂത്രം ഇങ്ങനെയുള്ള നജസുകൾക്ക് എന്താണ് പേര്? മുത്തവസ്സിത്ത് എന്നാണ്. മീഡിയം നജസുകളാണ്. ചിലപ്പോൾ മുത്തവസ്സിത്തായ നജസ് ശുദ്ധിയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. മുത്തവസ്സിത്തായ നജസിൽ നിന്ന് ശുദ്ധിയാകുന്ന രൂപം, അതല്ലെങ്കിൽ മുഖഫഫായത് ചോദിക്കും, അതല്ലെങ്കിൽ മുഗല്ലദായത് ചോദിക്കും. 3 ശുദ്ധിയാകുന്ന രൂപം പഠിച്ചു വെക്കുക. 4. വുളൂഇൻ്റെ സുന്നത്താണ്. വുളൂഇൻ്റെ സുന്നത്ത്, വുളൂഇൽ പെട്ടൊരു സുന്നത്ത് ബ്രാക്കറ്റിലുണ്ട്. 2 ഷഹാദത്ത് കലിമ ചൊല്ലൽ. 5. പ്രസവശേഷം പുറപ്പെടുന്ന രക്തം. പ്രസവശേഷം പുറപ്പെടുന്ന രക്തത്തിന് നിഫാസ് എന്ന് പറയും. ഹൈലും നിഫാസും അതിൻ്റെ കൂടിയതും സാധാരണയും അതുപോലെ തന്നെ കുറഞ്ഞതൊക്കെ കണക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ഹൈദ് നിഫാസ് ഇല്ലാത്ത അവസരങ്ങളിൽ പുറപ്പെടുന്ന രക്തത്തിന് പറയുന്ന പേര്. അതുപോലെ തന്നെ ഹൈദ് നിഫാസുള്ള അവസരം ഹറാമായ കാര്യങ്ങൾ, ചിലപ്പോൾ അത് ഈ 2 ഉദാഹരണമായിട്ട് ചോദിക്കുക. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്താം. ഇവിടെ ചോദ്യത്തിന് നേരെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ശരിയായത് മാത്രം ടിക്ക് ചെയ്യുക. 1. തയമ്മുമിൻ്റെ ഫർള്. തയമ്മുമിൻ്റെ ഫർള് ഏതാണ്? സമയം ആവുക എന്നതാണോ, ഔറത്ത് മറക്കുക എന്നതാണോ, മുഖം തടവുക എന്നതാണോ? ശരിയായത് മുഖം തടവുക. നമ്മൾ തയമ്മുമിൽ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. 2 കൈയും തടവും, അതുപോലെ തന്നെ മുഖവും തടവും. 2. ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അവർക്ക് ഇഖാമത്ത് മാത്രമുള്ളൂ സുന്നത്ത്. അത് ആർക്കാണ്? പുരുഷനാണോ, സ്ത്രീകൾക്കാണോ, അതോ ജുമാക്ക് ഇഖാമത്ത് മാത്രമാണോ സുന്നത്ത്? ശരിയായത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമാണ് സുന്നത്തുള്ളത്. 3. നിയ്യത്തിൽ റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ. അതായത് 1-ാമത്തെ അർക്കാനു സ്വലാത്തി വസുനനുഹ എന്നുള്ള പാഠത്തിൽ നിയ്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ നിയ്യത്ത്, ഫറലായ നിയ്യത്തിൽ, ഫറൽ നിസ്കാരമുള്ള നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. പക്ഷേ ആ 3 അല്ലാത്ത ബാക്കിയുള്ളത് മുഴുവനും സുന്നത്താണ്. അതായത് ഇവിടെ ചോദ്യം ഇതാണ്: നിയ്യത്തിൽ റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കൽ എന്നാണ്. റക്അത്തിൻ്റെ എണ്ണം വ്യക്തമാക്കുക എന്നാൽ 3 റക്അത്തിൻ അല്ലെങ്കിൽ 4 റക്അത്തിൻ എന്ന് പറയൽ. അങ്ങനെ പറയുന്നത് എന്താണ് വിധി? സുന്നത്താണോ, ഫറലാണോ, ഷർത്താണോ? ഫറൽ ഒരിക്കലും ആവില്ല. കാരണം നിയ്യത്ത് മനസ്സിൽ കരുതലാണ് നിർബന്ധം. അതും ഞാൻ നിസ്കരിക്കുന്നുവെന്നും ഇന്ന നിസ്കാരമാണെന്നും ഫറലാണെന്നും മാത്രം കരുതിയാൽ തന്നെ ആ ഫറൽ പിടികിട്ടും നിയ്യത്തിൻ്റെ. ബാക്കിയൊക്കെ പറയലും അതുപോലെ തന്നെ ചൊല്ലലും സുന്നത്താണ്.
അപ്പോൾ ഇവിടെ സുന്നത്ത് എന്ന് ടിക്ക് ചെയ്യാം. 4 വെള്ളിയാഴ്ച ഇശായിൽ ഓതണം. വെള്ളിയാഴ്ച ദിവസം ഇശായിൽ ഓതേണ്ട സൂറത്ത് അൽ മുൽക്കാണോ, അൽ അഅല സൂറത്താണോ, അതോ കാഫിറൂനാണോ? ശരിയായത് അൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്താണ് ഇശായിൽ ഓതൽ സുന്നത്തുള്ളത്. 5 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം. 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിന് പറയുന്ന പേര് തവറുക്ക് എന്നാണോ, ഇഫ്തിറാഷ് എന്നാണോ, ഇഫ്തിതാഹ് എന്നാണോ? ശരിയായത് ഇഫ്തിറാഷാണ്. അവസാനത്തെ ഇരുത്തത്തിനാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയാം. ആ ഇരുത്തമല്ലാത്ത ബാക്കിയുള്ള ഇരുത്തങ്ങളൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കുന്നത് പൊതുവെ വരാറുള്ളതാണ്. അത് ചിലപ്പോൾ അറബിയാകാം, അതായത് അറബി വാക്കുകളാകാം. വാക്ക് എന്ന് പറഞ്ഞാൽ വരികൾ. ചിലപ്പോൾ ഹദീസ് അല്ലെങ്കിൽ ആയത്ത്, അതല്ലെങ്കിൽ പാഠത്തിലെ വരികളും വരാറുണ്ട്. ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഓരോ പാഠത്തിൽ നിന്നും വരുന്ന വരികൾ ഏതൊക്കെയാണ് പൂരിപ്പിക്കാനൊക്കെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മോഡൽ ചോദ്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തത് റബ്ബനാ ലക്കൽ ഹംദു ഡാഷ് മിൻ ഷൈഇൻ ബഅദു. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. 2 മാസാല യഖുനുതു ഡാഷ് അദ്ദുനിയ. ഇത് പാഠത്തിലില്ല, പക്ഷെ തദ്രീബാത്തിൻ്റെ ഭാഗത്താണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. മാസാല യഖുനുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അതിൻ്റെ അർത്ഥം പാഠത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ 13ാമത്തെ പാഠത്തിലാണ്, റുക്കൂ എന്നുള്ള പാഠത്തിലെ ലാസ്റ്റ് ഭാഗത്താണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ വിട്ടു പിരിയുന്നത് വരെ സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരായിരുന്നു. 3ാമത്തത് ഇൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഡാഷ് അൽ വിത്രി. പൂരിപ്പിച്ചു കൊടുക്കാം. അനൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്രി. ഇതിൻ്റെ അർത്ഥം കാണാതെ പഠിക്കണം. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. പിന്നെ 4 സ്വലാത്തുൽ ഈദിൽ 1ാമത്തെ റക്അത്തിൽ ഡാഷ് തക്ബീർ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിലെ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. 5 ഉദർ ഇല്ലാത്തവർ ജുമ കഴിയും ഡാഷ് അത് സ്വഹിയാകുന്നതല്ല. പൂരിപ്പിച്ചു കൊടുക്കാം. ഉദർ ഇല്ലാത്തവർ ജുമ കഴിയും മുമ്പ് ളുഹർ നിസ്കരിച്ചാൽ അത് സ്വഹിയാകുന്നതല്ല. ഇനി അടുത്ത പ്രവർത്തനം ഹുക്മി എഴുതാം, വിധി എഴുതി കൊടുക്കാനുള്ളതാണ്. 1 നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ അറിയിക്കൽ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അവനെ അറിയിക്കൽ നിർബന്ധമാണ്. 2 വുളൂഇൽ തല മുഴുവനും തടവൽ ഡാഷ്. അവിടെ വിധി മാത്രം എഴുതി കൊടുത്താൽ മതി, സുന്നത്താണ്. 3 നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. നോമ്പുള്ള ആൾ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി കറാഹത്താണ്. 4 സകാത്തുൽ ബദൻ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ, അത് ഹറാമാണ്. 5 ഹലാലായ ദീർഘയാത്രക്കാരന് നിസ്കാരം കസറാക്കൽ ഡാഷ് ജായിസാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.